ഇടുക്കി ഉപ്പുതറ 9 ഏക്കറിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, 4ഉം 6ഉം വയസ്സുള്ള 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ, പറയൂ, ഈ 4 പേർ തൂങ്ങി മരിച്ച നിലയിലാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഈ തൂങ്ങി മരിച്ച നിലയിലാണ് അല്പസമയം മുമ്പ് ഈ 4 പേരെ, ഒരു കുടുംബത്തിലെ 4 പേരെ കണ്ടെത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സജീവ് ഓട്ടോ ഡ്രൈവറാണ്, ഭാര്യ രേഷ്മ, പിന്നെ 4ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികൾ എന്നിവരെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തിയതേ ഉള്ളൂ. മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു പക്ഷേ മരണകാരണം അല്ലെങ്കിൽ ഈ തൂങ്ങി മരിക്കാൻ ഇടയായ സാഹചര്യം, സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ളൊരു അറിവുണ്ട്. അതാകാം ഒരുപക്ഷെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പോലീസ് പറയുന്നത്. അതെന്തായാലും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം 4ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ എങ്ങനെ തൂങ്ങി മരിച്ചു എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തന്നെ നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരു കുടുംബത്തിലെ 4 പേരെ ഈ പട്ടത്തമ്പലത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പലപ്പോഴും ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ വരുമ്പോൾ അതിൻ്റെ കൂടുതൽ പരിശോധനകളിലേക്ക് പോകുമ്പോൾ ഒരു കടബാധ്യതയോ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കാണാറുണ്ട്. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗുരുതരമായ എന്തോ പ്രശ്നങ്ങളുണ്ട്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, 4ഉം 6ഉം വയസ്സുള്ള 2 മക്കൾ. വളരെ കുഞ്ഞു മക്കളാണ് അല്ലേ രാഹുൽ? ഇത് ഒരു ആത്മഹത്യ എന്നുള്ള നിലയിലാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി അവർ മരിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷെ ഇതിലെല്ലാം തന്നെ യഥാർത്ഥ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പോലീസിന്റെ പ്രതികരണമോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ രാഹുൽ? പോലീസിൽ നിന്ന് നമുക്ക് ഇവരുടെ പേര് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതായിട്ട് പോലീസിന് വിവരം ലഭിച്ചത്. നാട്ടുകാരാണ് ഇവരെ കാണാതെ വന്നതുകൊണ്ട്, അയൽവാസികൾ ഇവരെ കാണാതെ വന്നതുകൊണ്ട് നടത്തിയ തിരച്ചിലാണ് വീടിനകത്ത് 4 പേരും തൂങ്ങിയ നിലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഉപ്പുതറ പോലീസിനെ നാട്ടുകാർ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വന്ന നിലവിൽ ഇപ്പോൾ സംഭവ സ്ഥലത്ത് പരിശോധന തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഈ സജീവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആളാണെന്ന് നാട്ടുകാരിൽ ചിലർ, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ചില വിഷമതകൾ ഉണ്ടായിരുന്നു. ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു, ചില ആളുകൾക്ക് പണം തിരികെ കൊടുക്കാനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി ചില തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു പലരുമായും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പോലീസും ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്, കടബാധ്യത കൊണ്ട് ഒരു ആത്മഹത്യയാകാം സജീവിന്റേതും ഭാര്യയുടേതും എന്നുള്ളതാണ് പോലീസ് ഒരു പ്രാഥമിക നിഗമനം പോലെ കരുതുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക, അവരുടെ മരണം എങ്ങനെയാണ് എന്നുള്ളത് ഇനി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ സാധാരണമായിട്ട് ആ കുട്ടികളുടെ മരണത്തിൽ ഒരു നിഗമനത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ നിലവിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സങ്കടകരമായ ഒരു കാര്യമാണ്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാഹുൽ, ഇതിപ്പോൾ ഇവരുടെ ഈ കുടുംബത്തെക്കുറിച്ച് എന്താണ് അയൽപ്പക്കക്കാർ പറയുന്നത്? ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കാനാകുന്നുണ്ടോ? അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇവരുടെ സാമ്പത്തിക ബാധ്യത എത്രത്തോളം ഉണ്ടായിരുന്നു, ആർക്കൊക്കെ പണം നൽകാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കുകളുമായിട്ടുള്ള ഇടപാടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കുടുംബത്തിനൊന്ന് ഉള്ള കാര്യം അത് നാട്ടുകാർ സംബന്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാർ അത് പറഞ്ഞിട്ടുണ്ട്. പോലീസും അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടത് പോലീസാണ്. പോലീസ് അതിൽ കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ബാക്കി വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. നിലവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇത് തൂങ്ങി മരിച്ച നിലയിലാണ്. ആത്മഹത്യയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒക്കെ ആത്മഹത്യയാണെന്നുള്ളൊരു സംശയം എന്ന് മാത്രമേ നമ്മൾ പ്രകടിപ്പിക്കുന്നുള്ളൂ, പറയുന്നുള്ളൂ. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യും. രാഹുൽ വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.